ഹലോ, ഇന്ന് ഞാനൊരു അടിപൊളി സെറവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മരമഞ്ഞളുണ്ടല്ലോ, ആ മഞ്ഞൾ ഞാൻ വെള്ളത്തിൽ തിളപ്പിച്ച് വറ്റിച്ച് സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ എടുത്തത് ഞാൻ കാണിച്ചത്. അതിനുശേഷം ഈ കുപ്പിയിലുള്ളത് ഞാൻ ദിനേശവല്യാതി, വെമ്പാടം, കൊട്ടം, മഞ്ചട്ടിക്കോല്, ദേവതാരം ഇതൊക്കെ കൂടി തിളപ്പിച്ച് വെച്ചിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളമാണ്. അതിന് ശേഷം നമുക്ക് വേണ്ടത് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ ഒരു 2 സ്പൂൺ വീതം അതിലൊഴിക്കട്ടെ. അതിലധികമൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഉള്ളത് ഞാൻ അങ്ങനെ എടുത്ത് ഒഴിച്ചതാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്കതിൽ വേണ്ടത് അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് നമുക്കൊരു 2-3 സ്പൂൺ വീതം അതിൽ ഇട്ട് കൊടുക്കുക. പിന്നെ അലോവേര ജെല്ല് ഇതിലിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം ഇത് നമ്മൾ കുപ്പിയിലാണ് ഒഴിച്ച് വെക്കണതെങ്കിൽ നമ്മൾ ആ അലോവേര ജെല്ലിങ്ങനെ ചെറിയ പീസായിട്ടൊക്കെ കിടക്കുന്നുണ്ടാവും. അത് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടില്ലെങ്കിൽ നമ്മളത് കുപ്പിയിലാക്കി വെക്കുമ്പോൾ സ്പ്രേ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ പമ്പിൻ്റെ ഉള്ളിൽ ഈ ജെല്ല് കുടുങ്ങും. പിന്നെ നമുക്കത് സ്പ്രേ ആയിട്ട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നന്നായി നോക്കണേ. നന്നായിട്ട് അത് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മളത് നന്നായി അലിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം നമ്മളത് കുപ്പിയിലാക്കി വെക്കാനിട്ടാം. ഈ കുപ്പിയിലാക്കി വെച്ചതിന് ശേഷം നമ്മളത് അപ്ലൈ ചെയ്യാൻ മുഖത്ത്. എപ്പോഴാണ് വേണ്ടിച്ചാൽ നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോഴാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഉറങ്ങുന്ന ടൈമിൽ നമ്മളത് മുഖത്ത് നന്നായി തേച്ച് പിടിച്ച് മസാജ് ചെയ്തതിന് ശേഷം മുഖത്ത് തേച്ചതിന് ശേഷം നമ്മളത് കിടന്നുറങ്ങി നേരെ വെളുത്ത് കഴിഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാട്ടോ. അത് അടിപൊളി റിസൾട്ടാണ്. നിങ്ങളതൊന്നും ചെയ്ത് നോക്കട്ടോ. ഓക്കെ, താങ്ക് യു.